വളരെ നാളുകൾക്ക് ശേഷം ഒരു കല്യാണം കൂടിയ വീഡിയോ ആണ് കേട്ടോ ഇത്. നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങിയ ബ്രൈഡും സുന്ദരനായിട്ടുള്ള ചെറുക്കനുമായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവിടുത്തെ ആ ഒരു മേക്കപ്പും എല്ലാം കേട്ടോ. നല്ല രസമായിരുന്നു ഒരുങ്ങിയതൊക്കെ കാണാനായിട്ട്. ഞാനും എൻ്റെ മക്കളോടെയാണ് പോയത്. കല്യാണം വൈക്കത്തായിരുന്നു കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ദൂരം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു മണിക്കൂർ 1.5 മണിക്കൂർ എന്തോ ഡ്രൈവ് ചെയ്യണമായിരുന്നു. അപ്പം ഞാനും എൻ്റെ മക്കളുമായിട്ട് രാവിലെ പോയി. സൺഡേ ആയിരുന്നു മാരേജ്. കണ്ടോ, ഇതാണ് നമ്മുടെ സുന്ദരി കുട്ടി കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു മേക്കപ്പും കാര്യങ്ങളൊക്കെ കാണാനായിട്ട്. അപ്പോൾ കുറേ നാൾ ആയിട്ടുണ്ടായിരുന്നു ഒരു കല്യാണം കൂടിയിട്ടൊക്കെ. അപ്പോൾ വളരെ സന്തോഷമുണ്ടായിരുന്നു ഈ ഒരു കല്യാണം. എൻ്റെ കുഞ്ഞ് ഇളയ വാവ ഇച്ചിരി തീരെ ചെറുതാണ് കേട്ടോ. എന്നാലും അവനത് കാണുമ്പം ഒരു അത്ഭുതം പോലെയായിരുന്നു. കാരണം കല്യാണത്തിനൊക്കെ പോയിട്ടുള്ളത് തീരെ ചെറുതായിരുന്നൊരു സമയത്തായിരുന്നു. പിന്നെ ഒരു കൊറോണ ടൈമൊക്കെ ആയിരുന്നതുകൊണ്ട് തന്നെ ഒന്നിനും പറ്റിയിട്ടില്ല. പിന്നെ ഹസ്ബൻഡ് പുറത്തായതുകൊണ്ട് തന്നെ ഞാനങ്ങനെ ഒരു കാര്യങ്ങൾക്കും പോകാറില്ല, അങ്ങനെ തോന്നാറില്ല. അപ്പോൾ നാട്ടിൽ വരുമ്പോഴാണ് എന്തെങ്കിലും ഒരു കാര്യങ്ങൾക്കൊക്കെ പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരു മാരേജ് ആയതുകൊണ്ട് എനിക്ക് ആഗ്രഹമായിരുന്നു എങ്ങനെയാണെങ്കിലും പോയേ പറ്റുള്ളൂ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ധൈര്യത്തോടു കൂടി പോയതാണ്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു, ഭയങ്കരമായിട്ട്. കണ്ടോ, ഇതിൽ ബ്രൈഡ് കോട്ടയം വൈക്കം ഭാഗത്തു നിന്നാണ്. ഞാൻ കോട്ടയമാണ് കേട്ടോ. ഇതിൽ ചെക്കനാണ് തൃശ്ശൂർ. എൻ്റെ ഹസ്ബൻഡ് തൃശ്ശൂരുകാരനാണ്, ഞാൻ കോട്ടയമാണ്. അപ്പോൾ അങ്ങനെ വന്ന കല്യാണമാണ് കേട്ടോ. അങ്ങനെ അതിലെ ഓരോ മൊമെൻറ്റും ഇങ്ങനെ കാണുമ്പോൾ നമ്മുടെ ഒരു നൊസ്റ്റമാണ്. നമ്മുടെ കല്യാണം നടന്ന കാര്യങ്ങളും അതൊക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കും. ഭയങ്കര രസം തോന്നി. ഞാനിപ്പോൾ പണ്ട് ഇത്രയൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഒരു കല്യാണമൊക്കെ കാണുമ്പം അതിലൊരുക്കിയിരിക്കുന്ന രീതി, സാരിയുടെ പ്ലേറ്റ്, പൂ വെച്ചിരിക്കുന്ന രീതി, അതൊക്കെ ഭയങ്കരമായിട്ട് അങ്ങ് ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ചിന്തിക്കും, എനിക്കങ്ങനെ ചെയ്യാമായിരുന്നു, കുറച്ചും കൂടി ബെറ്റർ ആക്കാമായിരുന്നു അല്ലേ. അങ്ങനെ എനിക്ക് തോന്നുന്നു എല്ലാവരും അങ്ങനെയൊക്കെ ചിന്തിക്കും. നമ്മൾ ഇച്ചിരി നന്നായിട്ട് ഒരുങ്ങി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നല്ല രീതിയിൽ സ്റ്റൈലിഷായിട്ട് നടക്കുന്നത് കാണുമ്പം നമ്മൾ ചിന്തിക്കും, നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റും. നമുക്ക് ഓരോ സ്റ്റൈലുകളും ഓരോ രീതികളൊക്കെ കാണുമ്പം ഓരോ വെറൈറ്റികളൊക്കെ നമുക്ക് അതിൽ നിന്ന് ഒത്തിരി പഠിക്കാനുണ്ട് അല്ലേ. ഞാനങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ ഞാൻ സെറ്റ് സാരിയാണ് ഉടുത്തിരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് സെറ്റ് സാരി ഉടുക്കാനായിട്ട്. ഷീമാട്ടിൽ നിന്ന് എടുത്തതായിരുന്നു കേട്ടോ. അതെനിക്ക് ഹസ്ബൻഡിൻ്റെ വെഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് തന്നിരുന്നതായിരുന്നു. അപ്പോൾ അതങ്ങനെ ഉടുക്കാതെ വെച്ചിരുന്നൊരു സാരിയാണ് കേട്ടോ. അപ്പോൾ അത് ഉടുത്തുകൊണ്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ ഫോട്ടോ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ എനിക്ക് നാടൻ വേഷങ്ങൾ, സാരിയൊക്കെ ഉടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അങ്ങനെ ഉടുക്കാനുള്ള ഫങ്ഷൻസൊക്കെ കുറവാണ്. ഞാൻ പറഞ്ഞല്ലോ, ഹസ്ബൻഡ് പുറത്തായതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ കാര്യങ്ങളൊക്കെ പോകുന്നത് കുറവാണ്. പിന്നെ പുള്ളിക്കാരൻ നാട്ടിൽ വരുമ്പോൾ മാത്രമേ എന്തിനെങ്കിലുമൊക്കെ അങ്ങനെ പോകാറുള്ളൂ.